ഗുഡ് മോർണിംഗ്. നമ്മൾ പുതിയ ചാപ്റ്റർ പൊളിനോമിയൽ എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസ് മാത്രമാണ്. കൂടുതലൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യത്തില്ല, കാരണം നമുക്ക് എക്സാമിന് വേണ്ടത് മാത്രം മതി. കൂടുതലായിട്ട് ചാപ്റ്ററിലേക്ക് പോകണ്ടല്ലോ. നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഫുൾ മാർക്ക് മേടിക്കണം, എളുപ്പ വഴി അല്ലേ? നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ പൊളിനോമിയൽ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 11x പ്ലസ് 21. ഫൈൻഡ് പി ഓഫ് 2. ഇവിടെ ഒരു പൊളിനോമിയൽ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. എ പാർട്ട് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 11x പ്ലസ് 21. ഇതൊരു സെക്കൻഡ് ഡിഗ്രി പൊളിനോമിയലാണ്. എക്സ് സ്ക്വയർ അതെങ്ങനെ മനസ്സിലായി സെക്കൻഡ് ഡിഗ്രി പൊളിനോമിയൽ ആണെന്ന്? അതായത് ഇവിടെ എക്സിന്റെ പവർ എത്രയാണ്? 2 സ്ക്വയർ ആണ്. അതുകൊണ്ട് ഇത് സെക്കൻഡ് ഡിഗ്രി പൊളിനോമിയലാണ്. ഫസ്റ്റ് ഡിഗ്രി പൊളിനോമിയൽ അപ്പോൾ എന്തായിരിക്കും? പവർ 1 ആയിരിക്കും അല്ലേ? നമുക്ക് അതൊക്കെ നോക്കാവേ. പി ഓഫ് എക്സ് വന്നിട്ടുണ്ട്. ഇനി ഫൈൻ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് പി ഓഫ് 2. എന്ത് കണ്ടുപിടിക്കാനാണ്? പി ഓഫ് 2. ഒന്നുമില്ല, എക്സിന്റെ സ്ഥാനത്ത് 2. അതായത് ഈ വരുന്ന ഓരോ എക്സിന്റെ, നമ്മുടെ ഈ ഇക്വേഷനകത്ത് ഓരോ എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ എന്തിട്ട് കൊടുത്താൽ മതി? 2 ഇട്ട് കൊടുക്കാം. നമുക്ക് ഇട്ട് കൊടുത്ത് നോക്കാം. ഇവിടെ 2 സ്ക്വയർ മൈനസ് 11 ഇൻറ്റു എക്സിന്റെ സ്ഥാനത്ത് 2 പ്ലസ് 21 ഈസ് ഈക്വൽ ടു 2ന്റെ സ്ക്വയർ 4. ഇനി ഇവിടെ നോക്കിയാൽ മൾട്ടിപ്ലിക്കേഷൻ വന്നു. 11 ഇൻറ്റു 2 ആണ് മൾട്ടിപ്ലിക്കേഷൻ. 11 ഇൻറ്റു 2 എത്രയാണ്? 22. സൈൻ വേണ്ടേ? മൈനസ് 11 മൈനസ് 2 പ്ലസ്, പ്ലസും മൈനസും വന്നാൽ മൾട്ടിപ്ലൈ വന്നാൽ പറഞ്ഞു മൈനസ് അല്ലേ? പ്ലസും മൈനസും മൾട്ടിപ്ലിക്കേഷൻ മൈനസ്. ഇനി ബാക്കി പ്ലസ് 21 ഈസ് ഈക്വൽ ടു, ഓക്കെ. ഇവിടെ നമുക്ക് ആദ്യം പ്ലസ് എല്ലാം ആഡ് ചെയ്യാം, പിന്നെ മൈനസ്. രണ്ടും തന്നെ ഉള്ളതുകൊണ്ടാണ്. ഇവിടെ ആരൊക്കെ പ്ലസ് ഉണ്ട്? 4 പ്ലസ് ആണ്, 21 പ്ലസ് ആണ്. പ്ലസ് ആഡ് ചെയ്യാൻ ഒരു പ്രശ്നമില്ല. 21 പ്ലസ് 4 25 മൈനസ് 22. 25 പ്ലസ് 22 മൈനസ്, പ്ലസും മൈനസും കൂടെ വന്നാൽ മൈനസ് ചെയ്തിട്ട് വലുതിന്റെ സൈൻ. ഇവിടെ വലുതാരാ? 25. 25ന്റെ സൈഡ് പ്ലസ് ആയതുകൊണ്ട് പ്ലസ് 3. ആൻസർ പ്ലസ് 3. എത്ര വട്ടം നമ്മൾ ചെയ്തതല്ലേ? ഒന്നുമില്ല, പ്ലസും മൈനസും ഒന്ന് ഓർത്തിരിക്കുക, അത്രേ ഉള്ളൂ. ബാക്കി നമുക്ക് ആൻസർ കിട്ടും. നമുക്ക് അതായത് പെട്ടെന്ന് തന്നെ സെക്കൻഡ് പാർട്ടിലേക്ക് പോകാം. ബി പാർട്ട് പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 2. ആദ്യം പി ഓഫ് എക്സ് എഴുതാം. എത്രയാ പി ഓഫ് എക്സ്? എത്രയാണ്? എക്സ് സ്ക്വയർ മൈനസ് 11x പ്ലസ് 21. അതിൽ നിന്ന് മൈനസ് പി ഓഫ് 2 കുറയ്ക്കാൻ. പി ഓഫ് 2 ആൻസർ നമുക്ക് ഇവിടെ കിട്ടി. എത്രയാണ്? 3. ഓക്കെ. ഇനി ഇവിടെ നമുക്ക് മൈനസ് ചെയ്യാൻ എക്സ് സ്ക്വയർ വേറെ ടേംസുകളുണ്ടോ? എക്സ് സ്ക്വയർ വേറെ ടേംസിൽ ഇത് മാത്രമേ ഉള്ളത് കൊണ്ട് അത് അതുപോലെ എഴുതി. അതുപോലെ എക്സ് ടേമും അത് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അത് അതുപോലെ മൈനസ് 11x എഴുതി. ഇനി ഇവിടെ രണ്ട് സംഖ്യാ പാർട്ട്, ന്യൂമറിക്കൽ പാർട്ട് ഉണ്ട്. പ്ലസ് 21ഉം മൈനസ് 3. എഗെയിൻ പിന്നെയും വന്നു പ്ലസും മൈനസും. ഒരു പ്ലസും മൈനസും വന്നാൽ മൈനസ് ചെയ്തിട്ട് വലുതിന്റെ സൈൻ. 21 മൈനസ് 3 എത്രയാണ്? 18. വലുതാരാണ്? 21. അപ്പൊ അവിടെ സൈൻ എന്നാണ്? പ്ലസ്. എക്സ് സ്ക്വയർ മൈനസ് 11x പ്ലസ് 18. ഇത്ര എളുപ്പമായിരുന്നു അല്ലേ? ഓക്കെ. ഇനി നമുക്ക് തേർഡ് പാർട്ട് ചെയ്യാം. തേർഡ് പാർട്ട് പറഞ്ഞിരിക്കുന്നത് പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 2 ആസ് എ പ്രോഡക്റ്റ് ഓഫ് 2 ഫസ്റ്റ് ഡിഗ്രി പൊളിനോമിയൽ. കണ്ട, 2 ഫസ്റ്റ് ഡിഗ്രി പൊളിനോമിയൽ ആയിട്ട് എഴുതണം. ഞാൻ ഇവിടെ ഒന്ന് കയറ്റി എഴുതുവാണ്. പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 2. നമുക്ക് ആൻസർ കിട്ടി. എത്രയാണ്? എക്സ് സ്ക്വയർ മൈനസ് 11x പ്ലസ് 18. ഇവിടെ നമുക്ക് ഇച്ചിരി ആലോചിക്കാനുണ്ട്. ഒരു ചെറിയ ട്രിക്കൊക്കെ ഉണ്ട്, നമുക്ക് നോക്കാം. നമ്മുടെ ഈ പൊളിനോമിയൽ, ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫോം എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് ഇൻറ്റു എ പ്ലസ് എ ബി. ഇതാണ് നമ്മുടെ ഫോം. അതായത് ഈ ഭാഗമായിരിക്കും എ പ്ലസ് ബി ആയിട്ട് വരുന്നത്, ഈ ഭാഗമായിരിക്കും എ ബി ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് എഴുതാം എ പ്ലസ് ബി എത്ര ആയിരിക്കണം? മൈനസ് 11ഉം എ ബി പാർട്ട് എത്ര ആയിരിക്കണം? 18ഉം ആയിരിക്കണം. അതായത് എയും ബിയും എടുത്താൽ എയും ബിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 18 വരണം, എയും ബിയും കൂടെ പ്ലസ് ചെയ്താൽ മൈനസ് 11 വരണം. അപ്പൊ അത് ഏതൊക്കെയായിരിക്കും സംഖ്യകൾ? നമ്മളത് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ നോക്കുക ഏതൊക്കെ സംഖ്യകളെ മൾട്ടിപ്ലൈ ചെയ്താൽ 18 വരും. നമുക്ക് ഏതൊക്കെയുണ്ട്? 2 ഇൻറ്റു 9 18 ആണ് അല്ലേ? വേറൊരെണ്ണം 6 ഇൻറ്റു 3 18. ഇത് മാത്രം പോരല്ലോ, അവരെ ആഡ് ചെയ്യുമ്പം 11ഉം കൂടെ വരണം. ഇവിടെ നോക്കിയാൽ 9ഉം 2ഉം കൂടെ ആഡ് ചെയ്താൽ എത്ര വരും? 9 പ്ലസ് 2 എത്രയാ? 11 ആണ്. ഇതോ 6 പ്ലസ് 3 11 ആണോ? അല്ല. അപ്പൊ ഇത് നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എടുക്കാൻ പോകുന്നത്
മുകളിലത്തെയാണ്. മുകളിലത്തെ എടുക്കുമ്പോൾ പക്ഷെ വ്യത്യാസമുണ്ട്. എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ആകുമ്പം 80 + 18. ഓക്കെ, അതായി. പക്ഷെ ആഡ് ചെയ്യുമ്പോൾ A+B ചെയ്താൽ -11 വരുന്നു. പക്ഷെ നമ്മളിവിടെ ചെയ്തപ്പോൾ എങ്ങനെയാണ്? ഇത് 11 ആണല്ലോ വന്നത്, +11 വന്നത്. നമുക്കത് മൈനസ് വരണം. പ്ലസ് ചെയ്യുമ്പോൾ മൈനസും വരണം, മൾട്ടിപ്ലിക്കേഷൻ വരുമ്പം പ്ലസും വരണം. മനസ്സിലായോ? ആഡ് ചെയ്തപ്പോൾ എയും ബിയും കൂടെ ആഡ് ചെയ്തപ്പോൾ പ്ലസ് വരണം, പ്ലസ് അല്ല വരേണ്ടത്, ഏത് വരണം? മൈനസ് വരണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് വരണം? പ്ലസ് സൈനും വരണം. അപ്പൊ എങ്ങനെയായിരിക്കും ഇതിനെ എങ്ങനെ അറേഞ്ച് ചെയ്യാം? ഇവിടെ നോക്കിക്കേ, ഞാനിപ്പോ ഒരു സൈന് മാത്രം, 2ന് മാത്രം. അപ്പൊ ഇവർക്ക് ആർക്കെല്ലാം പ്ലസും മൈനസും കൊടുത്താൽ മതിയേ. -2ന് മൈനസ് കൊടുക്കുക. ഒന്ന് നോക്കിയേ, 2 × 9 18. ഒരു പ്ലസും ഒരു മൈനസും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ -18 ആയി പോകും. അപ്പൊ ഇത് പറ്റുമോ? ഒരെണ്ണത്തിന് മാത്രം കൊടുത്താൽ മതിയോ? അല്ലെങ്കിൽ ഇവിടെ നോക്കിയേ, ഇവിടെ 2ന് മാത്രം മൈനസ് കൊടുത്താൽ 9 - 2 എന്നാണ് വരുന്നത്. അപ്പൊ ആൻസർ എത്ര വരും? 7. അപ്പൊ അതും പറ്റത്തില്ല. അപ്പൊ നമുക്ക് എന്ത് കൊടുത്തു നോക്കാം? ഞാൻ അതുകൊണ്ട് 9ഉം കൂടെ മൈനസ് കൊടുത്ത് നോക്കാൻ പോവാ. അപ്പൊ 9 × 18, 2 മൈനസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പം പ്ലസ് ആയി. ഇനി ഇവിടെ നോക്കാം, -2ഉം -9ഉം കൂടെ നോക്കാം. കണ്ടോ, 2 മൈനസ് വന്നു. 2 മൈനസ് ചെയ്യാം, എന്നാൽ എന്ത് ചെയ്യണം? ആഡ് ചെയ്തിട്ട് ഏത് സൈൻ കൊടുക്കണം? ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം ശരിയായി. കണ്ടോ, -11 വന്നു, +18 വന്നു. നിങ്ങൾ കൂടുതലൊന്നും ആലോചിക്കണ്ട കേട്ടോ. എക്സാമിന് മൾട്ടിപ്ലിക്കേഷൻ പോസിറ്റീവും അഡീഷൻ നെഗറ്റീവും വന്നാൽ നിങ്ങൾ ഓർത്തിരുന്നാൽ മതി, പെട്ടെന്ന് ഓർത്തിരുന്നാൽ മതി. നമ്മൾ എടുക്കുന്ന 2 വാല്യൂസ് എന്തായിരിക്കണം? മൈനസ് ആയിരിക്കണം. അങ്ങനെയാണ് പെട്ടെന്ന് കിട്ടും. ഇപ്പൊ ഇത് മനസ്സിലായില്ലേ? അപ്പൊ നമ്മളിവിടെ എഴുതാൻ പോകുന്നത് എന്താണ്? ഇപ്പൊ നമുക്ക് കിട്ടിയ വാല്യൂസ് ഏതൊക്കെയാണ്? -2, -9. അപ്പൊ നമ്മൾ എഴുതുന്ന 2 ഡിഗ്രി നമുക്ക് ഇങ്ങനെ എഴുതാം, x. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയത് എത്ര കിട്ടി? A എന്ന് പറയുന്നത് -2, B എന്ന് പറയുന്നത് -9. ഇതാണ് 2 സംഖ്യകൾ കിട്ടിയത്. അപ്പൊ നമുക്ക് ലാസ്റ്റ് എഴുതാം. ഫസ്റ്റ് പൊളിനോമിയൽസ് ആണ്, ഫസ്റ്റ് ഡിഗ്രി പൊളിനോമിയൽസ് ആണ്. x -2 ആൻഡ് x -9. ദീസ് ആർ 2 ഫസ്റ്റ് ഡിഗ്രി പൊളിനോമിയൽസ്. ഇതാണ് മൂന്നാമത്തെ. ഇവിടെ എഴുതുക, ഫസ്റ്റ് ഡിഗ്രി ഫുള്ള് നിങ്ങൾ എഴുതണം. ഫസ്റ്റ് ഡിഗ്രി പൊളിനോമിയൽസ് ആർ x -2 ആൻഡ് x -9. ഇത് മനസ്സിലായില്ലേ? ഇവിടെ ഇതെടുക്കുന്നത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. എളുപ്പവഴി ഇതാണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എയും ബിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോസിറ്റീവും എയും ബിയും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നെഗറ്റീവ് കിട്ടണമെങ്കിൽ നമ്മൾ എടുക്കുന്ന 2 വാല്യൂസും എയും ബിയും നെഗറ്റീവ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്നത് അപ്ലൈ ചെയ്യാൻ പറ്റും. കണ്ടോ, ഇപ്പൊ എ നമുക്ക് എത്ര കിട്ടി? -2, ബി -9 കിട്ടി. അപ്പൊ നമ്മൾ ഡിഗ്രി പൊളിനോമിയൽ കണ്ടോ, ഫസ്റ്റ് ഡിഗ്രി ഞാൻ പറഞ്ഞായിരുന്നു. ഫസ്റ്റ് ഡിഗ്രി എന്ന് പറയുമ്പോൾ അതിന്റെ പവർ അത്രേ വരത്തുള്ളൂ, 1 ഉള്ളൂ. സെക്കൻഡ് ഡിഗ്രി എന്ന് പറയുമ്പോൾ പവർ എത്രയാണ്? 2. ഇത് വെറുതെ എക്സ് എന്ന് എഴുതിയാൽ അതിന്റെ അർത്ഥം 1 പവർ ഉണ്ടെന്നാണ് കേട്ടോ. അപ്പം x -2 ആൻഡ് x -9 ആർ ഫസ്റ്റ് ഡിഗ്രി പൊളിനോമിയൽസ്. ഇച്ചിരി പ്രയാസം പോലെ തോന്നുന്നുണ്ടോ? ഒന്നുമില്ല, നമുക്ക് ഇതുപോലത്തെ കുറെ എക്സാമ്പിൾസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ആദ്യത്തെ ആയതുകൊണ്ട് ഇച്ചിരി പ്രശ്നം കേട്ടോ. അടുത്തടുത്ത് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ ഈ കൊടുക്കുന്നതൊക്കെ മനസ്സിലാകും. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുക എന്നല്ല, എല്ലാവരും ചെയ്യണം, ചെയ്ത് പഠിക്കണം. ഒരു വീഡിയോസ് 2 പ്രാവശ്യം ഒന്ന് കണ്ടിട്ട് നിങ്ങൾ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് പറ്റും കേട്ടോ മക്കളെ. ചെയ്യണേ. താങ്ക് യു.